കൊല്ലത്ത് 2 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. വലിയവിളയിൽ അജീഷ് കുമാർ, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. വീടിനുള്ളിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. രാവിലെ വീടിന്റെ മുറിയിൽ നിന്ന് ആരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. സാമ്പത്തിക ബാധ്യതയും അജീഷിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതും കുടുംബത്തെ തളർത്തി. ജീവിതത്തിൽ പരാജയപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നു. ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കട്ടിലിന് മുകളിൽ മരിച്ച നിലയിൽ കുട്ടിയെയും കണ്ടെത്തി. നടുക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് നാട്ടുകാർ. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഒരു വീട്ടിലെ 3 പേര്, അച്ഛനും അമ്മയും 2 വയസ്സുള്ള കുഞ്ഞും മരിച്ചു കിടക്കുന്നൊരു രംഗമാണ്. 2 പേർ ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിലവിളി കേട്ടിട്ട് ആൾക്കാർ ഓടിക്കൂടുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ എന്നെ അറിയിച്ചു, ഞാൻ വന്നു, പോലീസിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അസ്വസ്ഥ സ്ഥിരീകരിച്ചു. അതിൽ നിന്നുണ്ടായ മാനസികമായ തകർച്ചയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുന്നത്. പ്രവാസിയായിരുന്ന അജീഷ് 1 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. ചെറിയ ജോലി ചെയ്താണ് അജീഷ് കുടുംബം പുലർത്തിയിരുന്നത്. അതേസമയം കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളോ പാടോ ഇല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, കൊല്ലം.